ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചിക്കൻ കറി വറുത്തരച്ച് വെക്കുന്നതാണ്. വറുത്തരച്ച ചിക്കൻ കറി, പഴയ രീതിയിലുള്ള ഒരു ചിക്കൻ കറി. അത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് പഴയ രീതിയും ഉണ്ട്, പുതിയ രീതിയും രണ്ടും കൂടെ കൂട്ടിയുള്ളതാണ്. ഞാൻ എപ്പോഴും ഇവിടെ തയ്യാറാക്കുന്നതാണിത്. നമ്മുടെ പാൻ ചൂടായി, ഇതിനകത്തൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ, ഒരു 10-20 ചെറിയ ഉള്ളി ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് മറ്റ് സാധനമെല്ലാം ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഒരു 16 എണ്ണം ഞാൻ എടുത്ത് ചെറുതായിട്ടരിഞ്ഞ് അത് ചുമന്നു. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരണ്ടിയതാണ്. ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല ബ്രൗൺ കളറാകണം. അപ്പം ഈ വറുത്തരച്ച കറിക്ക് ആകെ സമയം പോകുന്നത് ഈ തേങ്ങ വറുക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഒന്നുമല്ല. ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ ഒന്ന് ചൂടാക്കി പിന്നെ ചിക്കൻ ഒരു 15 മിനിറ്റ് വേവിക്കണം, അത്രേ ഉള്ളൂ. ഈ തേങ്ങ വറുക്കാനായിട്ടാണ് സമയം പോകുന്നത്. നമ്മുടെ തേങ്ങ നന്നായിട്ടില്ല, ഒരു സ്വല്പം കൂടെ ചുമന്ന് വരണം. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കിപ്പോൾ ഒത്തിരി സന്തോഷമാണ്. കാരണം എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണാൻ തുടങ്ങിയല്ലോ. അതിൻ്റെ കമൻറ്റുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു സന്തോഷമാണ്. കൊള്ളാം, വെരി ഗുഡ്. കുറച്ച് പേരൊക്കെ മോശമായിട്ടൊക്കെ എഴുതും. ഞാനും ഇപ്പോഴല്ലേ ഇതൊക്കെ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഞാനൊരു ടീച്ചറായിരുന്നു. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ രാവിലെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കി സ്കൂളിൽ പോവുക എന്നല്ലാതെ നമ്മളിങ്ങനെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് സമയം അങ്ങനെ കളയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ കുക്കിങ്ങിന് വേണ്ടി ഇത്രയും സമയങ്ങളൊക്കെ വിനിയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ. അപ്പോൾ തേങ്ങ എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ടേ. നമുക്ക് വേണ്ടത് 2 തക്കോലം, 3 ഏലക്ക, ഒരു 4-5 ഗ്രാമ്പു അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതങ്ങോട്ട് മൂക്കട്ടെ. പെരിഞ്ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ പെരിഞ്ജീരകമാണേ. നന്നായിട്ട് ഇളക്കി അത് ഒന്ന് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മളിത് മാറ്റി വെക്കണം. അരച്ചെടുക്കുകയാണ്. മിക്സിക്കകത്ത് വെച്ച് നല്ലപോലെ അരച്ചെടുക്കുകയാണ്. എണ്ണ തെളിയുന്നത് വരെ അരച്ചെടുക്കണം. 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി അരയ്ക്കണം. നമ്മുടെ തേങ്ങ ഇവിടെ ഈ ഫ്രൈങ് പാനിൽ ഇരിക്കുന്നതുകൊണ്ട് അതൊന്ന് തണുക്കണം. തണുത്താലേ അരയ്ക്കാൻ പറ്റൂ. അപ്പോഴത്തേനും നമുക്ക് അതിൻ്റെ കൂട്ടുകൾ വേറെ ഉണ്ട്, അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. സ്വല്പം എണ്ണ, നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു. ഇനി ഒരു 10 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി ഇനി 2 സവാളയും കൂടെ അതിൻ്റെ കൂടെ ഇടണം. ചെറിയ ഉള്ളിയും സവാളയും കൂടെ കിടന്ന് ഒരു ചുമന്ന കളറിൽ നല്ലപോലെ ഒന്ന് മൂക്കട്ടെ. മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ഉള്ളിയും സവാളയും നല്ലപോലെ ചുമന്ന് വന്നിട്ടുണ്ടേ. നല്ലപോലെ വഴന്നു. ഇനി നമുക്ക് ഇച്ചിരി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത്ര ഇഞ്ചിയെങ്കിലും വേണം. ഇഞ്ചിയുടെ കൂടെ തന്നെ നമുക്ക് ഒരു 6 വെളുത്തുള്ളി സ്ലൈസ് ചെയ്തിട്ട്, ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് വരട്ടെ. ഇനി ഇത് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് തേങ്ങ അരച്ചെടുക്കാമായിരുന്നു. തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഒന്നടിച്ചതേ ഉള്ളൂ, അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് നല്ലതുപോലെ എണ്ണ വരണം, അതുവരെ നമുക്കിത് അരച്ചെടുക്കണം. സവാള, പച്ചമുളക്, 1 പച്ചമുളകേ ഞാൻ ഇട്ടിട്ടുള്ളൂ. 1 പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി, ഇത്രയും സാധനങ്ങളാണിത്. ഇനി നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി,
2 സ്പൂൺ മല്ലി പൊടിയാണേ, 2 സ്പൂൺ മല്ലിപ്പൊടി. മുളകും കൂടെ ഇടേണ്ടതാണ്, ഇത് നിർത്തിയിട്ടിടാം അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഈ സ്വല്പം എരിവുള്ള മുളകും 1 സ്പൂൺ ഇത് കാശ്മീരി മുളക് പൊടിയും കൂടെ. മുളക് കൂടാൻ പാടില്ല. ഇനി നമുക്ക് വേണേ കുറച്ച് മീറ്റ് മസാലയും കൂടെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഗരം മസാല 1 സ്പൂൺ. ഞാൻ 1 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ആ തക്കാളി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. മതി. വേണമെങ്കിൽ പിന്നെ ഇച്ചിരി ഇടാം, എന്നാലും കൂടാൻ പാടില്ലല്ലോ. നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണേ. നല്ലപോലെ നുറുക്കി ഞാൻ ഇച്ചിരി വിനാഗിരിയിലും കൂടെ കഴുകിയാണ് ഇട്ടേക്കുന്നത്. ഇതിനകത്തോട്ട് കിടന്ന് നല്ലപോലെ ഒന്ന് പിടിക്കണം. ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാലയോ മീറ്റ് മസാലയോ ആയാലും കുഴപ്പമൊന്നുമില്ല. മീറ്റല്ല, ചിക്കൻ മസാല. അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ വെള്ളത്തിൽ കിടന്ന് അതങ്ങോട്ട് വേകണം. ലാസ്റ്റാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇത് കിടന്ന് ഇതങ്ങ് വേകുകയാണ്. ഇനി ഒന്നും ചെയ്യേണ്ട. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് വേകട്ടെ. ചിക്കന് ഒന്ന് പകുതി വേകുമ്പോഴത്തേന് നമുക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് 15 മിനിറ്റായി. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്തു. തേങ്ങ വറുത്ത് അരച്ചത് ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നത്. തേങ്ങയല്ല, എല്ലാ കൂട്ടുകളും ഉണ്ട് അതിനകത്ത്. നന്നായിട്ട് ഇളക്കി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡിയായി. നല്ല മണം വരുന്നുണ്ട്. ഈ തേങ്ങ വറുത്തരച്ചത് ചേർക്കുമ്പോഴാണ്. കറി വെക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൂടാന്ന് പറയും, എന്നാലും ഞാനങ്ങ് അറിയാതെ പറഞ്ഞു പോകും. അരച്ച ചിക്കൻ കറി റെഡിയായി. തീ നിർത്തുവാണേ. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ഞാൻ നല്ല കളർഫുൾ കറി. ഇവിടെ തോരനും മെഴുക്കുവരട്ടിയും എല്ലാം ഉണ്ട്. എനിക്കിന്ന് ഈ കറി മാത്രം മതി, ചിക്കൻ കറി. നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി. അതിൻ്റെ കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൂട്ടിപ്പഴം അച്ചാറാണിത്. അതും കൂടെ വേണേ ഒന്നിട്ടേക്കാം. അപ്പം ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ചൂടാണ്. അമ്മയോ പൊളിയാം. ഇനി ഒരു അച്ചാറും കൂടെ ഒന്ന് പിടിക്കട്ടെ. ഇത് മാത്രം മതി ഇന്നത്തെ ഊണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒരു വറുത്തരച്ച് ചിക്കൻ കറി ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റുകൾ, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്നതാ ഇപ്പം വരുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുന്നുണ്ട് എനിക്ക് കേട്ടോ. ഉള്ളത് പറയണമല്ലോ. നിങ്ങളെല്ലാം കാണുന്നവർ ഒന്നുകൂടെ അല്ല, കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യാതെ പോകരുത്. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു എപ്പിസോഡിൽ ഇനിയും കാണാം. ബൈ ബൈ.